ശിവൻകുട്ടി സാറേ, നിങ്ങൾ ഈ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയരുത്. അതൊരു ആക്ഷേപമാണ്. നിങ്ങൾ ഇങ്ങനത്തെ പരിപാടികൾ പ്ലാൻ, ഇപ്പോൾ സ്കൂൾ സമയ മാറ്റം ഒരു പരിപാടി, സ്കൂൾ സൂമ്പ കൊണ്ടുവരുന്നു ഒരു പരിപാടി, കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞാൽ കുട്ടികൾ 30% മാർക്ക് വാങ്ങിച്ച് പരീക്ഷ എഴുതണം വേറൊരു പരിപാടി. ഇങ്ങനെ നയപരമായ തീരുമാനം ഗവൺമെൻറ് എടുക്കും മുമ്പ് ആരെങ്കിലോട്ട് ആലോചിക്കണമെങ്കിൽ ആലോചിക്കുക, അവരുടെ അഭിപ്രായം കൂടെ മുഖവിലേക്ക് എടുക്കുക വേണമെങ്കിൽ. പക്ഷെ അങ്ങനെ പോയാൽ പോലും പറ്റത്തില്ല. അതാണ് പ്രശ്നം. അവരെ ചർച്ചയ്ക്ക് വിളിച്ചാൽ ചർച്ചയിൽ അവർ ഡിമാൻഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ഒത്തുതീർപ്പിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ കൂടുതൽ വഷളാവും. അപ്പോൾ എന്തായാലും എല്ലാ ഹോംവർക്കും ചെയ്തതിന് ശേഷമേ, ഗൃഹപാഠം ചെയ്തതിന് ശേഷം മാത്രമേ ഉത്തരവുകൾ ഇറക്കാവൂ. അങ്ങനെ ഉത്തരവുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ചർച്ച, കോംപ്രമൈസ്, പിന്നെ ഇങ്ങനെ ഗവൺമെൻറ് പിന്നോട്ട് പോകരുത്. അത് വലിയ ആക്ഷേപമാണ്. ജനാധിപത്യം എന്നൊക്കെ നമുക്ക് പറയാം, ജനാധിപത്യമാണ്, നമുക്ക് ആരുടെ ജനങ്ങളിൽ, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അങ്ങനെ കോംപ്രമൈസുകൾക്ക് പോകരുത്. അതുകൊണ്ട് അതിനുള്ള ഗൃഹപാഠം ചെയ്യണം. മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ പോകുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നവരാണ്, അവർക്ക് അവരുടേതായ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ഹിന്ദുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമില്ല. ഹിന്ദു ഇപ്പോൾ അങ്ങനെ എല്ലാവരും ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നവരല്ല, പോണവരുണ്ട്, പോകാത്തവരുണ്ട്. അതിനൊരു സമയവും കാലവും ഒന്നും ആരും നിശ്ചയിച്ച് കൊടുത്തിട്ടുമില്ല. അത് അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും. പിന്നെ അതേസമയം ഇവരെ സംബന്ധിച്ച് മറ്റൊരു കാര്യം, ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു ചർച്ചയ്ക്ക് വെച്ച് ചെയ്യേണ്ടിയിരുന്നതാണെങ്കിൽ താങ്കൾ ഒരു ഇന്റേണൽ ഡിസ്കഷൻ നടത്തണമായിരുന്നു. അല്ല, ചർച്ചയ്ക്ക് വെച്ചതുകൊണ്ട് അപകടം ഉണ്ടാവും എന്നുള്ളതാണോ ഇങ്ങനെ തീരുമാനിച്ചതെന്നറിയില്ല. എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വലുതായിട്ട് പിന്നോട്ട് പോകരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് തീരുമാനിക്കുന്നു, പിന്നോട്ട് പോകുന്നു, തീരുമാനിക്കുന്നു, പിന്നോട്ട് പോകുന്നു. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ഏതെങ്കിലും മതത്തെ ബാധിക്കുന്ന തീരുമാനമാണ്, തീരുമാനിച്ചിട്ട് പിന്നോട്ട് പോകുമ്പോൾ ഹിന്ദു മതക്കാരും മറ്റു മതക്കാരും പറയും, ഇതാ വർഗീയ പ്രീണനം നടത്തുന്നു, മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രീണനം നടത്തുന്നു, പിൻവലിക്കുക. ഇതൊരു നല്ല സുഖമുള്ള പരിപാടിയല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ കുറച്ചുകൂടി യുക്തിസഹമായ തീരുമാനം എടുക്കണം. പ്രത്യേകിച്ച് ഐ എ എസുകാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ മന്ത്രി ഉപദേശിക്കുന്ന IAS പ്രൈവറ്റ് സെക്രട്ടറിമാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മന്ത്രിയുടെ ഇമേജ് കളയരുതെന്ന്. ഒരു കാര്യം പ്രഖ്യാപിക്കുക, പിന്നെ വെല്ലുവിളിക്കേണ്ടി വരിക, തർക്കിക്കേണ്ടി വരിക, അതിൻ്റെ ആവശ്യമില്ല. ആദ്യമേ തന്നെ ആവശ്യത്തിനുള്ള ഗൃഹപാഠം ചെയ്തുകൊണ്ട്, ഹോംവർക്ക് ചെയ്തുകൊണ്ട് ഇത്തരം ഉത്തരവുകൾ ഇറക്കുക. അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ അതിൽ അനാമലി ഉണ്ടെങ്കിൽ, വളരെ കൃത്യമായി എന്തെങ്കിലും അനാമലി ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കുക. അല്ലാതെ ബേസ് ആയിട്ടുള്ള കണ്ടന്റ്, കോർ കണ്ടന്റിൽ വെള്ളം ചേർത്താൽ പിന്നെ സർക്കാരുകൾക്ക് ഉത്തരവിറക്കാൻ പറ്റത്തില്ല. ഇതുപോലെ പലരിടത്തും തിട്ടൂരം ചോദിച്ചുകൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഭരണവ്യവസ്ഥയിൽ, അഡ്മിനിസ്ട്രേറ്റീവ് റൂൾസ് അനുസരിച്ച്, റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച്, നമ്മളെ ലോ അനുസരിച്ച് ഇത് അനുവദനീയമല്ല. അങ്ങനെ ഓരോ സംഘടനാ ആളുകളെ വിളിച്ചുകൂട്ടി ചോദിച്ച് നമുക്കൊരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചെയ്യാവുന്നത് ഒരു പബ്ലിക് ഹിയറിംഗിലേക്ക് പോകാം. അത് ചെയ്യാം. അതും ഒരു പരിപാടി ഉണ്ട്. നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ നിയമമാക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം നിയമം വരാൻ പോകുന്നു, പബ്ലിക്കിന്റെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചാൽ പബ്ലിക് ഹിയറിംഗിന് ഇടാം, വെബ്സൈറ്റിലൊക്കെ പ്രസിദ്ധീകരിക്കാം. അപ്പോൾ ആളുകൾ കമന്റ് ചെയ്യും. ആ കമന്റ് കൂടെ എടുത്തുകൊണ്ട് യുക്തമായ തീരുമാനം ഗവൺമെന്റിന് എടുക്കാം. അതൊരു പ്രോസസ്സാണ്. പക്ഷേ ഒരു പ്രോസസ്സ് ആരംഭിച്ച് പൂർത്തീകരിച്ചതിന് ശേഷം ഇങ്ങനെ വല്ലാതെ പിന്നോട്ട് പോകുമ്പോൾ നമുക്കാർക്കും ഒരു വിഷയമില്ല. താങ്കളുടെ ഇമേജാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന. വർഗീയ പാർട്ടികളുടെ മുന്നിൽ, മതന്യൂനപക്ഷങ്ങളുടെ മുന്നിൽ താങ്കൾ പ്രീണിപ്പിക്കപ്പെടുന്നു, താങ്കൾ തലകുണിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയും. മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് താങ്കൾ ഇതിൽ നിൽക്കുന്നു എന്ന് ഇവർ പറയും. എന്തിനാണ് എല്ലാവരെയും കൊണ്ട് പറയിക്കുന്നത്? പ്രിയപ്പെട്ട ശിവൻകുട്ടി മന്ത്രി, അങ്ങൊരു സത്യസന്ധനാണ്, അങ്ങനൊരു മാന്യനാണ്. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചിക്കാനുള്ള കഴിവുണ്ട്, പല കാര്യത്തിലും അങ്ങ് ഉറച്ചു നിൽക്കുന്നുമുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ താങ്കൾ വല്ലാതെ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. അതൊന്ന് വരുത്താതെ ശ്രദ്ധിക്കണം.